ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ആശുപത്രിയിൽ നിന്ന് തന്റെ വീട്ടുടമയ്ക്ക് ലഭിച്ച ഒരു ലേഡീസ് പേഴ്സിന്റെ ഉടമയെ അന്വേഷിച്ച് പോകുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഡൊമിനിക്കിന്റെ കഥയാണ് ഈ ചിത്രം. ഇത് സ്പോയിലർ ഒന്നുമല്ല, ട്രെയിലറിലുള്ള കാര്യമാണ്. സോ മലയാളത്തിന്റെ ഒരു ഷെർലക് ഹോംസ് ലൈറ്റ് ആണ് ഇത് എന്ന് പറയാം. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ തമിഴ് സിനിമകൾ മിക്കതും എന്റെ ഫേവറേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഈ പടത്തിൽ എനിക്കുണ്ടായിരുന്നു. അത് നിറവേറിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ നല്ല ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫണ്ണി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചില കോമഡികളിലൂടെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ത്രില്ലർ അതാണെന്ന് ഓർത്താണ് ഞാൻ പടം കണ്ടത്. പക്ഷേ പടം പറഞ്ഞു വന്ന വിഷയം സാമൂഹ്യപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊതിയിൽ ഗൗരവകരമായിട്ടുള്ള ഒരു സബ്ജക്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പടം സിങ്ക് സൗണ്ടിലാണ് കേട്ടോ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അതായത് ഡബ്ബിംഗ് ഒന്നുമല്ല, എല്ലാ അഭിനേതാക്കളുടെയും ആ സ്പോട്ടിലുള്ള ശബ്ദം തന്നെയാണ് പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗുണവും സിനിമയ്ക്കുണ്ട്. മമ്മൂട്ടിയുടെ ലുക്കും സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും തന്നെയാണ് പടം നമ്മളെ പിടിച്ചിരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു ഷട്ടർ ഇട്ട കടയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ എന്തൊരു ലുക്കാണെന്ന് നമ്മൾ പിന്നെ പറഞ്ഞു പോകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സബ്ജക്ട് വൈസ് സീരിയസ് ആയതുകൊണ്ടാണ് മമ്മൂട്ടി കമ്പനി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും പടം കണ്ടു കഴിയുമ്പോൾ. മമ്മൂക്കയുടെ തന്നെ തനത് ശൈലിയിലുള്ള സിമ്പിൾ കോമഡി പടത്തിന്റെ കരുത്താണെന്ന് പറയാം. ഭയങ്കര ഓവർ കോമഡി ഒന്നുമല്ല, വളരെ ചെറിയ ചില നർമ്മമുഹൂർത്തങ്ങളെ ഉള്ളൂ. അതിൽ മിക്കത് നന്നായിട്ട് വർക്കായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ പടങ്ങളുടെ റെഫറൻസ് ഒക്കെ വെച്ചുള്ളത് നൈസായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സിലെ വില്ലനുമായിട്ടുള്ള ഒരു ഫൈറ്റ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ പടത്തിൽ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം ഫിലിമിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഒരു സൂപ്പർ താരവും ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ടോ? ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഡിഫറെന്റ്. സോ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ, പരീക്ഷണങ്ങളോടുള്ള താല്പര്യത്തെ പാരാട്ട് തന്നെ വേണം. അച്ഛൻ സുരേഷ് ഗോപിയിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ള ഗോകുൽ സുരേഷ് പുള്ളിയുടെ എന്താ പറയാ ഒരു തനത് കോമഡി ട്രാക്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് പടത്തിൽ. മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോ വളരെ ഫ്രഷ് ആയിരുന്നു. ആ കെമിസ്ട്രി അവരുടെ നന്നായിട്ട് വർക്കായിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ചേ ഉള്ളൂവെങ്കിലും സിദ്ദിഖിന്റെ ക്യാരക്ടറും നൈസ് ആയിരുന്നു. മമ്മൂട്ടി സിദ്ദിഖ് വരുന്ന ഭാഗം നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു റോളിൽ വിനീത് ഉണ്ട്. പിന്നെ വിജയ് ബാബു, ഷൈൻ ടോം ചാക്കോ, ഇവർക്കൊക്കെ സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ നമ്മൾ ഓർത്തിരിക്കും. നായികയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. സുഷ്മിത ഭട്ട് എന്ന പുതിയ നടി മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശോഭന ലൈറ്റ് എന്നാണ് ഇതിന്റെ പ്രൊമോഷണൽ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടത്. പക്ഷെ പടം കണ്ടപ്പോൾ എനിക്കൊരു പഴയ നടി കനക ലൈറ്റ് പോലെയാണ് തോന്നിയത്. സിങ്ക് സൗണ്ട് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ സ്വന്തം ശബ്ദമാണെന്ന് തോന്നുന്നു. പിന്നെ ക്യാരക്ടർ ഒരു ഹാഫ് മലയാളി ഹാഫ് തമിഴ് ആയിരുന്നതുകൊണ്ട് മലയാളം ഉച്ചാരണം അങ്ങനെ ആവാമെന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ വേറെ ആരെങ്കിലും ഡബ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു എന്ന് ഫീൽ ചെയ്തു. അതുപോലെ ചില സീനുകളിൽ ഒരു ഷോക്കായിട്ട് നിലത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. ബട്ട് സ്റ്റിൽ ഷീ ഈസ് നൈസ്. ഇതിൽ ഡയലോഗ്സ് ഉള്ള 3 നടിമാർക്കും മലയാളം നന്നായിട്ട് അറിയില്ല എന്നുള്ളത് സർപ്രൈസ്ഡ് ആയിട്ട് തോന്നി. മാധുരയായിട്ട് വന്ന വിജി വെങ്കടേഷ് നൈസായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ ഡയലോഗ് മലയാള ഉച്ചാരണ പ്രശ്നം പുള്ളിക്കാരിക്കും കുറച്ചുണ്ട്. പുള്ളിക്കാരിക്ക് പാച്ചുവും അത്ഭുതവിളക്കിലും ഈ ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു. പൂജയുടെ കൂട്ടുകാരിയായിട്ട് വന്ന നടിക്കും ഈ മലയാളം പ്രശ്നം ഉണ്ടായിരുന്നു. ലെനയ്ക്ക് ഗസ്റ്റ് റോൾ ആണ്. പൂജയായിട്ട് വന്ന മീനാക്ഷി ഉണ്ണികൃഷ്ണൻ കൊള്ളാം. പൂജയുടെ അമ്മയായിട്ട് വന്ന വീണ നായർ ഒരു സീനിൽ കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ ഇട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മീറ്റർ ഒരല്പം കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. ടെക്നിക്കൽ സൈഡിൽ വിഷ്ണുദേവിന്റെ ക്യാമറ നൈസാണ്. ആന്റണിയുടെ എഡിറ്റിംഗും കൊള്ളാം. ദർബുക ശിവയാണ് ഇതിന്റെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും പടത്തിന് ചേരുന്നത് പോലെ തന്നെയായിരുന്നു. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടി കൺവിൻസിങ് ആക്കാമായിരുന്നു എന്ന് തോന്നി. അത് കൂടുതലായിട്ട് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ പൂജ എന്ന ക്യാരക്ടറുമായി ബന്ധപ്പെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് തോന്നി. ആൻഡ് ആക്ഷൻ സീക്വൻസുകൾ നമുക്കറിയാം മമ്മൂക്കയുടെ ആ ഒരു പ്രായം വെച്ച് ഇത്രയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഇത് ബെറ്റർ ആയിട്ട് കൊറിയോ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ബട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടാവാം അങ്ങനെ തോന്നി. എനിവേ മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സിമ്പിൾ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാം. അതേസമയം തന്നെ പരീക്ഷണ ചിത്രം കൂടിയാണ്. ഇത് വേണമെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കൊണ്ട് പ്രദർശിപ്പിച്ചാലും അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അവിടെ കൈയ്യടി കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കഥയാണ്. ആകമൊത്തം ടോട്ടലിൽ എനിക്ക് ഭയങ്കര സംഭവമൊന്നുമല്ല എങ്കിലും ഇറ്റ്സ് ഗുഡ് എന്ന അഭിപ്രായമാണുള്ളത്. എനിക്ക് വർക്കായിട്ടുള്ള ഒരു പടമാണ്. സിമ്പിൾ ബട്ട് ഡിഫറെന്റ് പടം. 2.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. സംവിധായകൻ പറഞ്ഞതുപോലെ ഈ ക്യാരക്ടറിനെ വെച്ച് ഇനിയും വേറെ കേസ് അന്വേഷണം നടത്തുന്ന ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. സോ പുതിയ എക്സൈറ്റിംഗ് കേസ് അന്വേഷിക്കാൻ ഡൊമിനിക് വിക്കി കോംബോ വീണ്ടും വന്നാലും നൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയെന്ന്.